ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ എന്തു വന്നാലും കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചു കരുതിയവർ പോലും നിങ്ങളെ പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയി എന്ന തോന്നൽ നിങ്ങളെ വരിഞ്ഞുമുറുക്കിയിട്ടുണ്ടോ? ആ ഇരുണ്ട നിമിഷങ്ങളിൽ മുന്നോട്ടു നടക്കാൻ ഒരു വഴിയുമില്ലാതെ സ്വന്തം നിഴൽ പോലും ഭയപ്പെടുത്തുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങളെ മാത്രം ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ടോ? അത്തരം സാഹചര്യങ്ങളിൽ തളർന്നു വീഴുന്നതിനു പകരം അവിടെ നിന്നും എഴുന്നേറ്റ് ഒറ്റയ്ക്ക് പൊരുതാൻ തീരുമാനിച്ച ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ? മനുഷ്യൻ സ്വതവേ ഒരു സാമൂഹിക ജീവിയാണ്. കൂട്ടത്തിൽ നിൽക്കാനും മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനും നാം എപ്പോഴും ആഗ്രഹിക്കുന്നു. ജനനം മുതൽ മരണം വരെ ഒരു കൂട്ടത്തിന്റെ ഭാഗമായിരിക്കാനാണ് സമൂഹം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം പലപ്പോഴും ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ യുദ്ധങ്ങൾ, ഏറ്റവും വേദന നിറഞ്ഞ നിമിഷങ്ങൾ, ഏറ്റവും വലിയ തീരുമാനങ്ങൾ, ഇവയെല്ലാം നമുക്ക് ഒറ്റയ്ക്ക് തന്നെ നേരിടേണ്ടിവരും. ആരും കൂട്ടിനുണ്ടാകില്ല. നമ്മൾ വീണുപോകുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഒരു കൈപോലും നീളാത്ത ആ നിമിഷങ്ങളിലാണ് നാം യഥാർത്ഥത്തിൽ ആരാണെന്ന് നാം തിരിച്ചറിയുന്നത്. ഒറ്റപ്പെടൽ എന്നത് പലരെയും സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന ഒരു വാക്കാണ്. എന്നാൽ ആ ഒറ്റപ്പെടലിനെ ഒരു ആയുധമാക്കി മാറ്റാൻ കഴിഞ്ഞാലോ? ആരും കൂടെയില്ല എന്ന കുറവിനെ എനിക്ക് ഞാൻ മാത്രമേ ആവശ്യമുള്ളൂ എന്ന കരുത്താക്കി മാറ്റാൻ കഴിഞ്ഞാലോ? അവിടെയാണ് ഒരു സാധാരണ മനുഷ്യൻ അതിശക്തനായ ഒരു വ്യക്തിയായി മാറുന്നത്. പരുന്തുകൾ എപ്പോഴും ഒറ്റയ്ക്കാണ് പറക്കുന്നത്, എന്നാൽ പ്രാവുകൾ കൂട്ടമായിട്ടാണ് പറക്കുന്നത്. കൂട്ടമായി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യാജ സുരക്ഷയുണ്ട്. എന്നാൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യമാണ്. ആകാശത്തിന്റെ അനന്തത മുഴുവൻ നിങ്ങൾക്ക് സ്വന്തമാണ്. ഈ വീഡിയോയിലൂടെ നാം സംസാരിക്കാൻ പോകുന്നത് അത്തരത്തിൽ ഒറ്റയ്ക്ക് പൊരുതാൻ തീരുമാനിച്ചവർ, അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട, അവരെ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത വിധം അതിശക്തരായി മാറ്റുന്ന 8 ജീവിതശൈലികളെക്കുറിച്ചാണ്. ഈ പ്രധാനപ്പെട്ട 8 കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ. ഈ വീഡിയോ പറയുന്ന ആശയങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പൊരുതേണ്ടി വന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഓരോ പ്രതികരണവും വളരെ വലുതാണ്. ഒന്നാമത്തെ ജീവിതശൈലി സ്വയം അംഗീകരിക്കുക, നിങ്ങളെ നിങ്ങളായി തന്നെ സ്നേഹിക്കുക എന്നതാണ്. നാം പലപ്പോഴും മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കാനും നമ്മുടെ സമയം മുഴുവൻ ചിലവഴിക്കുന്നു. എന്നാൽ ഒരിക്കലെങ്കിലും നാം നമ്മോട് തന്നെ സംസാരിക്കാറുണ്ടോ? നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ആഗ്രഹങ്ങൾ എന്താണെന്ന് നാം അന്വേഷിക്കാറുണ്ടോ? ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം മനസ്സിനെ ഒരു സുഹൃത്തായി മാറ്റുക എന്നതാണ്. നിങ്ങളുടെ കുറവുകളെയും പോരായ്മകളെയും അംഗീകരിക്കുക. ആരും പൂർണ്ണരല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിലല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിലാണ് കാര്യം. നിങ്ങളുടെ നിറം, രൂപം, സാമ്പത്തിക ചുറ്റുപാട്, ഭൂതകാലം എന്നിവയെല്ലാം പൂർണ്ണമായി സ്വീകരിക്കുക. ഇവയൊന്നും നിങ്ങളുടെ ഭാവിയെ നിശ്ചയിക്കുന്ന കാര്യങ്ങളല്ല. സ്വയം അംഗീകരിക്കാൻ കഴിയുന്ന ഒരാൾക്കു മാത്രമേ ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയൂ. നിങ്ങൾ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ കാണുന്ന ആ വ്യക്തിയോട് നിങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും തോന്നണം. നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ നിങ്ങളുടെ ഏറ്റവും മികച്ച കൂട്ട് നിങ്ങളുടെ സ്വന്തം ചിന്തകളായിരിക്കണം. നിങ്ങളെ സ്നേഹിക്കാൻ മറ്റൊരാൾ വേണം എന്ന തോന്നൽ ഉപേക്ഷിക്കുക. പകരം ആ സ്നേഹം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ തോന്നിത്തുടങ്ങുമ്പോൾ നിങ്ങൾ വൈകാരികമായി ആരെയും ആശ്രയിക്കാത്ത ഒരാളായി മാറും. ഈ സ്വയം അംഗീകാരം നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും. അത് നിങ്ങളുടെ നടപ്പിലും സംസാരത്തിലും തീരുമാനങ്ങളിലും പ്രതിഫലിക്കും. രണ്ടാമത്തെ ജീവിതശൈലി പൂർണ്ണമായ വൈകാരിക നിയന്ത്രണം സ്വന്തമാക്കുക എന്നതാണ്. മനുഷ്യർ പലപ്പോഴും പരാജയപ്പെടുന്നത് അവരുടെ വൈകാരികമായ തീരുമാനങ്ങളിലൂടെയാണ്. ദേഷ്യം, സങ്കടം, അമിതമായ സന്തോഷം, പ്രണയം, പ്രതികാരം എന്നീ വികാരങ്ങൾ നമ്മെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ യുക്തി നശിക്കുന്നു. ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരാൾ തന്റെ വികാരങ്ങളുടെ യജമാനനായിരിക്കണം, ഒരിക്കലും അടിമയാകരുത്. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ ഉടൻ തന്നെ പ്രതികരിക്കുന്നതിനു പകരം ആ സാഹചര്യത്തെ ശാന്തമായി വിലയിരുത്താൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാളില്ല എന്നതോർത്ത് വിലപിക്കാതെ ആ സങ്കടങ്ങളെ സ്വയം പരിഹരിക്കാൻ പഠിക്കണം. മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അത് നിങ്ങളെ എപ്പോഴും ദുർബലനാക്കും. നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ ആരും കൈയടിച്ചില്ലെങ്കിലും നിങ്ങൾക്കതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയണം. അതുപോലെ ആരെങ്കിലും നിങ്ങളെ അകാരണമായി വിമർശിച്ചാൽ അത് കേട്ട് തളർന്നിരിക്കാതെ അതിലെ സത്യമെന്താണെന്ന് മാത്രം മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ കഴിയണം. വൈകാരികമായി മറ്റുള്ളവരിൽ നിന്നും അകലം പാലിക്കുന്നത് ഒരുതരം ക്രൂരതയല്ല, മറിച്ച് അതൊരു സംരക്ഷണ കവചമാണ്. നിങ്ങളുടെ ഉള്ളിലെ സമാധാനം നശിപ്പിക്കാൻ മറ്റാർക്കും നിങ്ങൾ അധികാരം നൽകുന്നില്ല എന്നാണ് ഇതിനർത്ഥം. സന്തോഷമായാലും സങ്കടമായാലും അത് നിങ്ങളിൽ തന്നെ ഒതുങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സൊരു കൊടുങ്കാറ്റിലും കുലുങ്ങാത്തൊരു പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. മൂന്നാമത്തെ ജീവിതശൈലി വ്യക്തമായ ഒരു ലക്ഷ്യബോധമുണ്ടായിരിക്കുക, അതിനായി വിശ്രമമില്ലാതെ പ്രയത്നിക്കുക എന്നതാണ്. ലക്ഷ്യമില്ലാത്തൊരു ജീവിതം ചുക്കാനില്ലാത്ത ഒരു തോണി പോലെയാണ്. കാറ്റെങ്ങോട്ട് വീശുന്നുവോ അങ്ങോട്ടതൊഴുകിപ്പോകും. ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരാൾക്ക് എപ്പോഴും മുന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ഈ ലക്ഷ്യമായിരിക്കണം അവനെ എല്ലാ ദിവസവും രാവിലെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തുന്നത്.
ആ ലക്ഷ്യം വലുതായിരിക്കാം അല്ലെങ്കിൽ ചെറുതായിരിക്കാം, എന്നാൽ അത് അവന്റേത് മാത്രമായിരിക്കണം. മറ്റാരോ അടിച്ചേൽപ്പിച്ച ഒരു സ്വപ്നത്തിന് പിന്നാലെ പോകാതെ നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം കണ്ടെത്തുക. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതി തയ്യാറാക്കുക. പിന്നെ ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങളുടെ മുഴുവൻ സമയവും ഊർജ്ജവും വിനിയോഗിക്കുക. ഒറ്റയ്ക്കാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സമയമാണ്. മറ്റുള്ളവരുമായി ചിലവഴിക്കാൻ പോകുന്ന സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിനായി മാറ്റിവെക്കാം. ഓരോ ദിവസവും നിങ്ങളെ ലക്ഷ്യത്തോട് കൂടുതൽ അടുപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിരിക്കണം. പ്രതിസന്ധികൾ വരുമ്പോൾ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാതെ ആ പ്രതിസന്ധികളെ മറികടക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്തണം. നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും മാത്രമാണ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഏക വഴി എന്ന് തിരിച്ചറിയുക. വിജയമെന്നത് പെട്ടെന്ന് ഒരു ദിവസം സംഭവിക്കുന്ന അത്ഭുതമല്ല, അതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ നിങ്ങളുടെ വിയർപ്പും രക്തവും കലർന്നിരിക്കണം. 4ാമത്തെ ജീവിതശൈലി നിരന്തരമായ പഠനവും അറിവ് സമ്പാദിക്കലും നിങ്ങളുടെ ശീലമാക്കുക എന്നതാണ്. ലോകം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രസക്തമായ കാര്യങ്ങൾ നാളെ പഴഞ്ചനാകാം. അതിനാൽ കാലത്തിനൊപ്പമോ അതിനേക്കാൾ വേഗത്തിലോ സഞ്ചരിക്കാൻ നിരന്തരമായ പഠനം അത്യാവശ്യമാണ്. പുസ്തകങ്ങൾ വായിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ മനസ്സിനെ ഒരു സ്പോഞ്ച് പോലെയാക്കുക, ചുറ്റുപാടുകളിൽ നിന്നും നല്ല കാര്യങ്ങളെല്ലാം വലിച്ചെടുക്കുക. അറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം. ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരു വ്യക്തിക്ക് അറിവില്ലെങ്കിൽ അയാൾ എളുപ്പത്തിൽ പരാജയപ്പെടും. പുതിയ കഴിവുകൾ സ്വായത്തമാക്കുക. നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ കൂടുതൽ വൈദഗ്ധ്യം നേടുക. പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക. ഓരോ പരാജയവും നിങ്ങളെ പുതിയ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ട്. ആ പാഠങ്ങൾ മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോവുക. അറിവുള്ള ഒരു വ്യക്തിയെ ആർക്കും എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല. അയാളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ടാകും. അയാളുടെ തീരുമാനങ്ങൾക്ക് വ്യക്തതയുണ്ടാകും. നിങ്ങളുടെ ഒഴിവു സമയങ്ങൾ വിനോദങ്ങൾക്ക് മാത്രം മാറ്റിവെക്കാതെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കൂടി വിനിയോഗിക്കുക. ഈ ലോകത്ത് നിങ്ങൾക്ക് ആരോടെങ്കിലും മത്സരിക്കാനുണ്ടെങ്കിൽ അത് ഇന്നലത്തെ നിങ്ങളോട് മാത്രമാണ്. ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ട ഒരാളായി ഇന്ന് മാറാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ഈ വീഡിയോയുടെ പാതി വഴിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിതിനോട് ബന്ധം തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഇത്തരം വിഷയങ്ങൾ കൂടുതലായി സംസാരിക്കാൻ പ്രോത്സാഹനമാകുന്നത്. 5ാമത്തെ ജീവിതശൈലി സ്വന്തം ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് പരമാവധി മുൻഗണന നൽകുക എന്നതാണ്. ആരോഗ്യമില്ലാത്ത ഒരു ശരീരത്തിൽ ശക്തമായൊരു മനസ്സിന് നിലനിൽക്കാൻ കഴിയില്ല. ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരാൾക്ക് ഏറ്റവും അത്യാവശ്യമായത് ആരോഗ്യമാണ്. കാരണം നിങ്ങൾക്ക് അസുഖം വരുമ്പോൾ നിങ്ങളെ നോക്കാൻ ആരും ഉണ്ടായിരിക്കില്ല എന്ന ചിന്ത എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ടുതന്നെ ശരീരത്തെ ഒരു ക്ഷേത്രം പോലെ സംരക്ഷിക്കുക. ചിട്ടയായ വ്യായാമം ദിനചര്യയുടെ ഭാഗമാക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തിന് കരുത്ത് നൽകുക മാത്രമല്ല, നിങ്ങളുടെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. വ്യായാമം ചെയ്യുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കൾ നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കാനും സന്തോഷം നൽകാനും സഹായിക്കും. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക. ശരീരത്തിന് ഹാനികരമായ ശീലങ്ങൾ ഉപേക്ഷിക്കുക. ശരീരത്തോളം തന്നെ പ്രധാനമാണ് മാനസിക ആരോഗ്യവും. മനസ്സിന് സമാധാനം നൽകുന്ന കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുക. ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും അനാവശ്യ ചിന്തകളെ നിയന്ത്രിക്കാനും സഹായിക്കും. പ്രകൃതിയുമായി സമയം ചിലവഴിക്കുക. ശുദ്ധവായു ശ്വസിക്കുക. നിങ്ങളുടെ ഉറക്കം വളരെ പ്രധാനമാണ്. കൃത്യമായ സമയം ഉറങ്ങാനും ഉണരാനും ശ്രദ്ധിക്കുക. മാനസികമായി നിങ്ങളെ തളർത്തുന്ന വ്യക്തികളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും അകലം പാലിക്കുക. നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അത് സംരക്ഷിക്കാൻ മറ്റാർക്കും കഴിയില്ല. അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. 6ാമത്തെ ജീവിതശൈലി ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് നോ പറയാനുള്ള കഴിവ് വളർത്തിയെടുക്കുക എന്നതാണ്. പലരുടെയും ജീവിതം പരാജയപ്പെടുന്നത് മറ്റുള്ളവരെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിലൂടെയാണ്. മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ചിന്ത കാരണം പലപ്പോഴും സ്വന്തം ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി പലതും നമുക്ക് ചെയ്യേണ്ടി വരുന്നു. എന്നാൽ അതിശക്തനായ ഒരാൾക്ക് വ്യക്തമായ അതിരുകളുണ്ടായിരിക്കും. തന്റെ സമയവും ഊർജ്ജവും എവിടെ ചിലവഴിക്കണം എന്ന് അയാൾക്ക് കൃത്യമായി അറിയാം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും നിങ്ങളുടെ സമാധാനത്തിനും തടസ്സമാകുന്ന എന്തിനോടും മുഖത്തുനോക്കി നോ പറയാൻ നിങ്ങൾക്ക് കഴിയണം. അത് നിങ്ങളുടെ അടുത്ത സുഹൃത്തായാലും ബന്ധുവായാലും ശരി, നിങ്ങളുടെ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുക. നോ പറയുന്നത് ഒരു അഹങ്കാരമല്ല, അതൊരു അവകാശമാണ്. നിങ്ങളുടെ സമയത്തിന് വിലയുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾ എല്ലാത്തിനും എപ്പോഴും തയ്യാറാണ് എന്ന് മറ്റുള്ളവർ കരുതിയാൽ അവർ നിങ്ങളെ ചൂഷണം ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ നല്ല മനസ്സിനെ അവർ ദൗർബല്യമായി കാണും. അതിനാൽ ആവശ്യമില്ലാത്ത ബാധ്യതകൾ ഏറ്റെടുക്കാതിരിക്കുക. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ തലയിൽ വച്ചുകെട്ടാതിരിക്കുക. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സ്വന്തം ജീവിതം ബലികൊടുക്കുന്ന ശീലം എന്നേക്കുമായി അവസാനിപ്പിക്കുക. സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരെ മാത്രമേ ലോകം ബഹുമാനിക്കൂ. 7ാമത്തെ ജീവിതശൈലി സാമ്പത്തികമായ അച്ചടക്കവും പൂർണ്ണമായ സ്വാശ്രയത്വവും നേടുക എന്നതാണ്.
ഈ ലോകത്ത് പണത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന യാഥാർത്ഥ്യം നാം അംഗീകരിച്ചേ മതിയാകൂ. നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ സമൂഹം നിങ്ങളെ വിലയിരുത്തുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് വെറുമൊരാവശ്യമല്ല, അതൊരു നിർബന്ധമാണ്. ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിനായി ചെറുപ്പം മുതലേ സമ്പാദ്യശീലം വളർത്തിയെടുക്കുക. വരവിനേക്കാൾ ചിലവ് അധികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആർഭാട ജീവിതം ഒഴിവാക്കി ആവശ്യങ്ങൾക്ക് മാത്രം പണം ചിലവഴിക്കുക. കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും സമ്പാദ്യമായി മാറ്റിവെക്കുക. പണം നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കാതെ പണത്തെ എങ്ങനെ ബുദ്ധിപരമായി ഉപയോഗിക്കാം എന്ന് പഠിക്കുക. സാമ്പത്തികമായ അറിവ് നേടുക. കടങ്ങൾ പരമാവധി ഒഴിവാക്കുക. അഥവാ കടം വാങ്ങിയാൽ തന്നെ അത് കൃത്യമായി തിരികെ നൽകാൻ ശ്രദ്ധിക്കുക. സാമ്പത്തികമായ സുരക്ഷിതത്വം നിങ്ങൾക്ക് നൽകുന്ന മാനസിക ധൈര്യം വളരെ വലുതാണ്. നാളെയെക്കുറിച്ചുള്ള ഭയം ഇല്ലാതാക്കാൻ അത് സഹായിക്കും. നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം നിങ്ങളുടെ സ്വന്തമായിരിക്കണം. സാമ്പത്തികമായി മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കും. അതിനാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം നിങ്ങൾ തന്നെ കണ്ടെത്തുക. അത് ചെറിയൊരു ജോലിയാണെങ്കിൽ പോലും അതിൽ അഭിമാനം കണ്ടെത്തുക. എട്ടാമത്തേതും അവസാനത്തേതുമായ ജീവിതശൈലി പ്രതിസന്ധികളെയും പരാജയങ്ങളെയും സ്വീകരിക്കാനുള്ള അപാരമായ ധൈര്യം സംഭരിക്കുക എന്നതാണ്. ജീവിതം എപ്പോഴും സുഗമമായ ഒരു യാത്രയല്ല. അതിൽ കയറ്റങ്ങളും ഇറക്കങ്ങളും പാറക്കെട്ടുകളും ഉണ്ടാകും. വലിയ കൊടുങ്കാറ്റുകൾ വന്ന് നമ്മെ തകർക്കാൻ ശ്രമിക്കും. ഒറ്റയ്ക്ക് പൊരുതുമ്പോൾ ഈ പ്രതിസന്ധികളുടെ ആഘാതം വളരെ കൂടുതലായിരിക്കും. എന്നാൽ അതിശക്തരായ വ്യക്തികൾ പ്രതിസന്ധികളെ ഭയപ്പെടുന്നില്ല. ഇരുമ്പ് പഴുപ്പിച്ചടിക്കുമ്പോഴാണ് അതിന് കൂടുതൽ കരുത്ത് ലഭിക്കുന്നത് എന്ന് അവർക്കറിയാം. ഓരോ പരാജയവും നിങ്ങളെ കൂടുതൽ കരുത്തനാക്കുകയാണ് ചെയ്യുന്നത്. വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ അവിടെ തകർന്നു വീഴാതെ ഇതിൽ നിന്നും എനിക്കെന്ത് പഠിക്കാൻ കഴിയും എന്ന് സ്വയം ചോദിക്കുക. വേദനകൾ സ്ഥിരമല്ല എന്ന സത്യം മനസ്സിലാക്കുക. എത്ര വലിയ ഇരുട്ടിനും ശേഷം ഒരു പ്രഭാതം വരും. നിങ്ങളുടെ ഉള്ളിലെ സഹനശക്തി നിങ്ങൾ പോലും അറിയാത്തത്ര വലുതാണ്. അത് പുറത്തു വരണമെങ്കിൽ ഇത്തരം കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകേണ്ടി വരും. ആരും നിങ്ങളുടെ കണ്ണുനീർ തുടക്കാൻ വരില്ല എന്ന് മനസ്സിലാക്കി സ്വന്തം കൈകൾ കൊണ്ട് അത് തുടച്ചുമാറ്റി മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പുതിയൊരു മനുഷ്യനായി ജനിക്കുകയാണ്. ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാണെന്ന് തോന്നിയാലും നിങ്ങളുടെ ഉള്ളിലെ ആ ചെറിയ പ്രതീക്ഷയുടെ വെളിച്ചം കെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആ വെളിച്ചം മതി നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി കാണിക്കാൻ. പ്രതിസന്ധികൾ നിങ്ങളുടെ കഥയുടെ അവസാനമല്ല, അതൊരു പുതിയ അധ്യായത്തിന്റെ തുടക്കം മാത്രമാണ്. ഒറ്റയ്ക്ക് പൊരുതുക എന്നത് ഒരു ശിക്ഷയല്ല, അതൊരു തിരഞ്ഞെടുപ്പാണ്. നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്ന ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ഒരാളാക്കി മാറ്റുന്ന യാത്ര. ഈ യാത്രയിൽ നിങ്ങൾക്ക് മറ്റാരുടെയും ആവശ്യമില്ല. നിങ്ങളെ തന്നെ വിശ്വാസത്തിലെടുക്കുക. മുന്നോട്ട് നടക്കുക.